ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ. ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് ഏകദേശം 30 വർഷത്തോളം അടുത്തു വരുന്നു. ഈ ശക്തി ഉളങ്ങരയിലെ ആദ്യത്തെ വിശ്വാസിയാണെന്ന് പറയാം. സ്തോത്രം. മറ്റു പലരും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അവരൊക്കെ അജ്ഞാതവാസത്തിലും മറ്റുള്ളവർ അറിയപ്പെടാൻ ആഗ്രഹിക്കാതെയും ജീവിച്ചവരാണ്. എന്നാൽ ആമേൻ, ഞാൻ വിശ്വാസത്തിൽ വന്ന സമയം ആമേൻ വളരെ എതിർപ്പുകൾ നേരിട്ട ഒരു വ്യക്തിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയും എതിർപ്പുകൾ ആർക്കും വരാൻ സാധ്യതയില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ ഒരു ദൈവദാസൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന കണ്ടിട്ട്, അദ്ദേഹം അന്യഭാഷയിൽ പറഞ്ഞിട്ട് പ്രവചിക്കുന്ന കേട്ടിട്ട് അതുപോലെ അന്യഭാഷ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അത് ആഗ്രഹിച്ചിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ആ കാലത്ത് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച്, കാലത്തെ ഭക്ഷണം മാത്രമേ ഉപേക്ഷിക്കാൻ അന്ന് കഴിയുകയുള്ളൂ. ഉപേക്ഷിച്ചിട്ട് ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാഭിഷേകം വേണമെന്നും ഇങ്ങനെ പറഞ്ഞു നടക്കുമായിരുന്നു. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന്. അന്ന് അവൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. എനിക്ക് വേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആയിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള അദമ്യമായ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. പരിശുദ്ധാത്മാവ് തന്നെ എന്നെ അത്തരത്തിലെ ഒരു ആഗ്രഹത്തിലേക്ക് തള്ളിക്കൊണ്ടു പോവുകയായിരുന്നു. ഈ പ്രതികൂലത്തിന്റെ കാറ്റിൽ തകർന്നു പോകാതിരിക്കണമെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണമെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ ഈ കാലഘട്ടത്തിലും ഏതൊരു കാലഘട്ടത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പിശാചിനോട് എതിർക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സ്തോത്രം സ്വസ്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഞാൻ ആദ്യമായി കടന്നു പോകുന്നത് ചവറയിലുള്ള ചർച്ചക്കോട് സഭയിലേക്കാണ് പോകുന്നത്. എൻ്റെ ഉള്ളിലെ ആഗ്രഹം മുഴുവനും എന്താണ്? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്നുള്ളതാണ്. ആമീൻ. അപ്പോൾ ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ ദൈവദാസൻ, എനിക്ക് ആ ദൈവദാസന്റെ രൂപം മാത്രമേ ഇന്നും ഓർമ്മയുള്ളൂ. അദ്ദേഹം ഇന്ന് ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ഇന്ന് എവിടാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന്റെ പേരും എനിക്കറിയത്തില്ല. സ്തോത്രം. എന്നെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ എന്തായിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാനാണ് നിന്നെ ഇന്ന് ഇവിടെ വിളിച്ചു വരുത്തിയത് എന്നുള്ളൊരു ദൂതയെ എന്നോട് അദ്ദേഹം ആത്മാവിൽ വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. ആ ഹാളിന്റെ നടുവിലേക്ക് കടന്നു എന്ന് ഞാൻ മുഴങ്കാലിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അവിടെ ഇരുന്ന ആളുകളൊക്കെ വളരെ ഭയപ്പെട്ട് സ്തംഭിച്ചു പോയി. പറഞ്ഞ അന്യഭാഷകളൊന്നും അപ്പോൾ പിന്നത്തെ പറഞ്ഞു കഴിഞ്ഞ് എനിക്കൊന്നും ഓർമ്മയില്ല. ഒത്തിരി അന്യഭാഷയിൽ ദൈവത്തെ 2 3 വാക്ക് മാത്രമേ പിന്നെ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ 2 3 ഓർമ്മയുള്ള വാക്ക് കൊണ്ട് പിന്നെ ഞാൻ അതിനെ വ്യാപാരം ചെയ്തു. പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ അന്ന് പറഞ്ഞ ഓരോ അന്യഭാഷയും എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുവാൻ തുടങ്ങി. അങ്ങനെ സ്തോത്രം, നിരവധി മാല കോർക്കുന്നത് പോലെ മണിക്കൂറുകൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന അന്യഭാഷയിൽ സ്തോത്രം ദൈവത്തെ വ്യക്തിപരമായി ആരാധിക്കുവാൻ, എന്റെ രഹസ്യമുറിക്കുള്ളിൽ ആരാധിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. എന്റെ വാക്കുകളെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. പക്ഷെ ഞാൻ അന്യഭാഷ പറഞ്ഞാൽ അത് ഞാൻ ഇടുകയില്ല. അത് വേറൊരാൾക്ക് കേട്ടു പഠിക്കാൻ വേണ്ടി എന്റെ അന്യഭാഷ നിങ്ങൾക്ക് ഞാൻ ഇട്ടു തരികയില്ല. അന്യഭാഷയെ ട്രോളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവദാസന്മാർ ആത്മാവിൽ പറയുന്ന അന്യഭാഷകൾ എടുത്തിട്ട് ട്രോള് പറയുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി. ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു, ദൈവദാസന്മാർ കൺവെൻഷനുകളിൽ വരുമ്പോൾ, നിങ്ങൾ ആത്മാവിലാകുമ്പോൾ അന്യഭാഷ പറയുന്നത് നിയന്ത്രിക്കണം. നിങ്ങൾ ഏതോ ഭയങ്കരമായ അഭിഷിക്തനാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അന്യഭാഷ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. പബ്ലിക്കായിട്ട് വരുന്ന ജനത്തിന്റെ നടുവിൽ, ഇങ്ങനെ ഒന്നും അറിയാത്ത വരുന്ന ജനത്തിന്റെ നടുവിൽ അവരത് കേട്ടാൽ, സ്തോത്രം, അതൊരു അവഹേളനത്തിന് കാരണമായി മാറുവാൻ സാധ്യതയുണ്ട്.
ഞാൻ പറയുകയാണ്, ചിലപ്പോൾ ആമേ സ്തോത്രം പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞിട്ട് അന്യഭാഷ പറഞ്ഞാൽ നീ അത് അടുത്തത് പ്രവചിക്കണം. അല്ല, എനിക്ക് അഭിഷേകം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അന്യഭാഷ പറയും. സ്തോത്രം അങ്ങനെ അരുതെന്ന ആമേ സ്തോത്രം ഉള്ളൊരു പക്ഷക്കാരനാണ്. നമ്മുടെ ആരാധനയിൽ, സഭാരാധനയിൽ നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കണം, കോട്ടകളെ ഇടിക്കണം. അതുപോലല്ല ആമേൻ ഒരു കൺവെൻഷന്റെ മീറ്റിംഗിൽ നടക്കുന്നത്. ആ കൺവെൻഷന്റെ മീറ്റിംഗിലെ അന്യഭാഷ എടുത്തിട്ട് കോമഡിക്കാർ പരിശുദ്ധാത്മാവിനെ അവഹേളിക്കുന്ന കേട്ടിട്ട് ഞാൻ തകർന്നുപോയി. ആമേൻ. ഞാൻ അതിന്റെ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു കുറിപ്പ് എഴുതി, നിനക്കൊക്കെ ഭ്രാന്ത് പിടിക്കും എന്നുള്ളതിന് തർക്കമില്ല. ദൈവത്തിന്റെ എന്തും ക്ഷമിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണമോ പിതാവായ ദൈവം ക്ഷമിക്കുകയില്ല എന്നുള്ള വചനം ആമേൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അന്യഭാഷ വിലപ്പെട്ടതാണ്. ഞാൻ ഇടരുതെന്ന് പറഞ്ഞതിന്റെ വേറൊരു കാരണം, ഇന്ന് പലരും അന്യഭാഷ പറയുന്നുണ്ട്. ഈ നവീന മാധ്യമങ്ങളിലെ അന്യഭാഷ കേട്ട് കോപ്പി അടിച്ച് അവരെ ആരാധിക്കുമ്പോൾ ചെറുപ്പക്കാരും യുവതികളുമൊക്കെ എനിക്ക് അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞ് അവരെ പറയുന്നുണ്ട്. സ്തോത്രം. അത്തരം അന്യഭാഷകളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ആത്മാവിലുള്ളവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. സ്തോത്രം. ദൈവത്തിന് അന്യോട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആമേൻ, നിങ്ങളിവിടെ ഞാൻ അന്യഭാഷ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ വചനം പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരാൾ എന്റെ അടുത്ത് പറയാറുണ്ട്, സ്വത്ത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, ഇദ്ദേഹം അന്യഭാഷയൊന്നും പറയുന്നില്ല, ഇദ്ദേഹത്തിന് അഭിഷേകം ഇല്ലയോ എന്ന്. ഞാൻ പറയട്ടെ, സ്തോത്രം, മണിക്കൂറുകൾ അന്യഭാഷയിൽ ആരാധിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. നമുക്കൊരു വേദഭാഗത്തേക്ക് വരാം. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 11-ാമത്തെ വാക്യം. വിക്കി വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. യെശയ്യാ പ്രവചനത്തില് ഇനി വരുവാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ജനത അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് യെശയ്യാവ് ആത്മാവിൽ പ്രവചിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ സകലതും മരണം വരെയുള്ള സകലതും പ്രതിപാദിച്ചിരിക്കുന്ന പ്രവചന പുസ്തകമാണ് യെശയ്യാ പ്രവചനം. അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന പ്രവചനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ വാക്യം. അതെ, വിക്കി വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷയാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. അന്യഭാഷ ഒരു പ്രധാന ഘടകമാണ്. അന്യഭാഷയിൽ ആരാധിക്കണം, അഭിഷേകം വേണം. ആമേൻ. അഭിഷേകമില്ലെങ്കിൽ നമുക്കൊന്നും കഴിയുകയില്ല. ആമേൻ. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ ആവശ്യമായ ആത്മശക്തി നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ അധികമായി അമിത ബലം എനിക്ക് വേണം, പാടിയാൽ മാത്രം പോരാ, ഒരു അമിത ബലത്തിലേക്ക് നിങ്ങൾ സ്തോത്രം എത്തുവാനിടയായി തീരണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ശക്തിയല്ല, വ്യക്തിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആമേൻ. പിതാവ് എങ്ങനെ ആയിരിക്കുന്നുവോ പുത്രൻ എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവും. യേശു പറഞ്ഞു, എന്നെ പോലെ മറ്റൊരു കാര്യസ്ഥനെ എന്നാണ് പറഞ്ഞത്. നമ്മള് അവനെ കാണുന്നില്ല. ആത്മാവാകുന്ന ദൈവം ജഡമായി വന്നതുകൊണ്ട് അന്നത്തായിരുന്ന ജനങ്ങള് യേശുവിനെ നഗ്നനേത്രങ്ങളാൽ കണ്ടു. നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, ഏറിയ പ്രവാചകന്മാരും എന്നെ കാണുവാൻ ആഗ്രഹിച്ചു എന്ന് യേശു പറയുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടുകൂടി ആയിരിക്കാം. നിങ്ങളുടെ എല്ലാ ചിന്തകളും എല്ലാം വെടിഞ്ഞിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണ്. ആമേലുയ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതെന്താണ്? ഒന്നാണ്.
നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തില് നമുക്കിങ്ങനെ കാണാൻ കഴിയും. ദൈവം പറയുകയാണ്, നാം നമ്മുടെ സദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. നാം എന്ന് വെച്ചാൽ അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവ്. ത്രിയേകനാം ദൈവം എന്ത് ചെയ്യുന്നു? ആമേ പറയാണ്, നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യത്തിൽ മനുഷ്യനെ. അപ്പം ദൈവം എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് പുത്രനായ ദൈവം ആരെ പോലെ വന്നത്? ആനയെ പോലെ വരാതെയും കരടിയെ പോലെ വരാതെയും മനുഷ്യരൂപം എടുത്തത് എന്തുകൊണ്ടാണ്? മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്. അതെങ്ങനെയാണ് ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് തന്നെ ആമേൻ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു? ഒന്ന് മുട്ടുകുത്തി. മണ്ണിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മനുഷ്യന്റെ മൂക്കിലേക്ക് തന്റെ ജീവശ്വാസം ഊതി. ദൈവത്തിന്റെ ശ്വാസം മണ്ണിൽ വന്നപ്പോൾ അത് ജീവനുള്ള ആമേൻ മനുഷ്യനായി മാറിയെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ ആമേൻ നമ്മുടെ ജീവിതം ആമേൻ അസാധ്യമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്വത്രം വലിയ വ്യത്യാസം വരുവാൻ, നമ്മൾ ആള് മാറിയതുപോലെ ആകുവാൻ ആര് വരണം? നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരണം. ആ ആത്മാവിനാൽ നിറഞ്ഞാൽ, നമ്മുടെ നിയന്ത്രണം മുഴുവൻ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്താൽ നമ്മുടെ സ്ഥിതികൾ മാറുവാൻ ഇടയായിത്തീരും. നിങ്ങൾ പറയുകയാണ്, എന്റെ വിഷയത്തിന്റെ മേൽ നീക്കുപോക്ക് വരണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇന്ന ജോലി വേണം, ആ സ്ഥാനത്ത് പോകണം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അതൊന്നുമല്ല വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായ തലത്ത് കൊണ്ടുപോകും പരിശുദ്ധാത്മാവ്. എഗസ്തിയേലിനെ മുടിയിൽ പിടിച്ചെടുത്തോണ്ട് പോയി പരിശുദ്ധാത്മാവ്. ഫിലിപ്പോസിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി പരിശുദ്ധാത്മാവ്. അതുപോലെ ഒരു സമയം നീ കണ്ണു തുറക്കുമ്പോൾ വേറൊരു രാജ്യത്തിരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ ഉണ്ടെങ്കിൽ. ഞാൻ UK-യിലുള്ള ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു, അച്ഛ എങ്ങനെ അവിടെ എത്തി? എന്റെ പൊന്നു പാസ്റ്ററെ, ഒന്നും പറയണ്ട, എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതാ. 9ാം ക്ലാസ് പോലും ഞാൻ പാസ്സായിട്ടില്ല. മലയാളം നല്ലതുപോലെ എഴുതാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ അയക്കുന്ന വാട്സാപ്പിലോ യൂട്യൂബിലോ അയക്കുന്ന മെസ്സേജ് തുറക്കാൻ പോലും എനിക്ക് അറിയത്തില്ല പാസ്റ്ററെ. പക്ഷേ ഞാൻ എവിടെയാണ് ഇപ്പോൾ? UK-യിലാണ്. ഇതാരാണ് ആമേൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പുള്ളി പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വന്നപ്പോൾ എന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റിമറിച്ചു, എന്റെ കുടുംബ ജീവിതത്തെ മാറ്റിമറിച്ചു, എന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. അതിന് കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മ ശക്തി നമ്മിൽ എന്ത് ചെയ്യണം? നിറയുവാനിടയായി തീരണം. അത് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യും? വ്യത്യാസപ്പെടുത്തും. ആത്മനിറവുള്ള ഒരു ദൈവ പൈതലിനെ, ആത്മശക്തിയിൽ നടക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ കൊണ്ടുപോകും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മിൽ എന്ത് വരും? വലിയ വ്യത്യാസങ്ങൾ വരും, അല്ലെ? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ നിന്നിൽ സൗഖ്യം വരും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ നിനക്ക് സമാധാനം വരും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ പുതുവഴികൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. ഒരു ശക്തികൾക്കും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയണം, എന്നെ ഒന്ന് സൗഖ്യമാക്കണം, എന്നിൽ ഒന്ന് വന്ന് നിറയണം. അപ്പസ്തോല പ്രവൃത്തി 5-ാം അധ്യായം 3-4 വാക്യം.
പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം അവകാശം കൈവശമാക്കിയത് എന്തിന്? ആദിമസഭയിൽ 120 പേര് ഇരുന്ന് ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ആരാധിച്ച് ആത്മനിറവ് പ്രാപിച്ചവരുടെ ഒരു കുടുംബമാണ്. സ്തോത്രം. ആ ഒരു ഉണർവ് കഴിഞ്ഞ് ഉള്ള ഒരു സമയത്താണ് ആ ഉണർവ് വന്നു. മാർക്കോസിന്റെ മാളിക മുറിയിൽ ആ ഉണർവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാലേ ചിലർ ഉള്ളതെല്ലാം എന്ത് ചെയ്യും? ആർക്ക് കൊടുക്കും? ഓരോരുത്തർക്കും കൊടുക്കും. എനിക്കൊന്നും വേണ്ട, എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എത്തിയാൽ മതി എന്ന് പറയും. അതാണ് ശരിക്കുള്ള ഒരു ആത്മനിറവിൽ സംഭവിക്കുന്നത്. വിചാരിച്ച ആരുടെയും വീടൊന്നും നിങ്ങൾ എഴുതി കൊടുക്കണ്ട, താമസിക്കുന്ന വീട് താമസിച്ചു. സ്തോത്രം. രണ്ടുള്ളവൻ ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നില്ലാത്തവന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിനോട് നമ്മൾ എന്ത് കാണിക്കാൻ പാടില്ല? വ്യാജം കാണിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറഞ്ഞിട്ട് തരികിട കാണിക്കരുത്. കള്ളം ചെയ്യരുത്, പോസ്റ്റ് പറയരുത്. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് മാറിയിട്ട് വേറൊരു ആത്മാവ് ആ സ്ഥാനത്ത് വരും. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇന്നലെ പറഞ്ഞ അന്യഭാഷ പറഞ്ഞ ആന്റി അതേ അന്യഭാഷയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത അന്നത്തെ കാലത്ത് കള്ളം പറഞ്ഞത് കൊണ്ട് പത്രോസിന്റെ മുമ്പിൽ അവൻ കള്ളം പറഞ്ഞ സഫീറ വീണു, മരിച്ചു. ദൈവസഭയ്ക്ക് ഒരു മുന്നറിയിപ്പാണിത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാലും രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാലും കൃപകൾ ഉണ്ടെങ്കിലും നീ പരിശുദ്ധാത്മാവിനെതിരായിട്ട് വ്യാജം കാണിച്ചാൽ നീ മരിക്കും, നീ നിത്യതയെ പോകത്തില്ലെന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്ന വ്യക്തി എങ്ങനെ സാത്താൻ വന്നു? സാത്താൻ വരും. സാത്താൻ വന്ന് പറയും സാരമില്ല, അത് നീ എടുത്തോ എന്ന് പറയും, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നീ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറയും. അങ്ങനെ പോകുമ്പോൾ അവനെ അനുസരിക്കുമ്പോൾ ആരുടെ ആളായിട്ട് മാറും? നമ്മള് പിശാചിന്റെ ആളായിട്ട് മാറും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച് യേശു എന്താ പറഞ്ഞ? അവൻ വന്ന് പാപത്തെ കുറിച്ചും നമ്മളെ നേരോടെ അവൻ നടത്തുന്ന പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവ് മാറി മറ്റൊരുത്തം വന്നാൽ എന്ത്? അവന്റെ വഴിയെ നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട, ഞാനും നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കൊണ്ടല്ല ഈ പറയുന്നത്. എന്നെ ഒഴിവാക്കുന്നില്ല, എന്നെയും കൂടെ നിർത്തിയാണ് ചേർത്താണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നാണ് പറയുന്നത് അവിടെ പത്രോസ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ തുനിഞ്ഞതെന്ത്? നീ മനുഷ്യ. ആമേൻ. ആരോടാണ് വ്യാജം കാണിച്ചത്? ദൈവത്തോട് എത്ര വ്യാജം കാണിച്ചെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണ്. ഈ അഖിലാണ്ടത്തിന്റെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിതാവായ നമ്മുടെ ദൈവം നമ്മുടെ ഈ മൺകൂടാരത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ ഒരു തലങ്ങളിലേക്ക് എന്റെ ശരീരത്തെ, എന്റെ ആത്മാവിനെ, എന്റെ സന്ധിമജ്ജകളെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ എന്ത് ചെയ്യണം? നിറയണം. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ നിറക്കണേ നാദാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ നിറക്കണേ നാദാ, ശക്തരായി. ആത്മസന്തോഷം കൊണ്ടു നിറക്കണ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ. ജയത്തോടെ ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം തരയിൽ. തിരുകൃപയല്ലോ ശരണമതെന്റെ വങ്കടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ട് ആത്മചൈതന്യം എന്നിൽ പകരുക, ജയത്തോടെ ജീവിതം തരയിൽ ഞാൻ
ആത്മസന്തോഷം കൊണ്ട് ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ജയത്തോടെ ജീവിതം, ജയത്തോടെ ജീവിതം. മായയമീ ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓരോ തിരുരാജ്യ ചേരാൻ. മായയമീ ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്. ആത്മസന്തോഷം ജയത്തോടെ ജീവിതം, ജയത്തോടെ ജീവിതം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിത്യാത്മാവാണ്. സ്തോത്രം. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ, യേശു നിത്യനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിത്യനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇനി നിത്യനായിരിക്കുന്നത് പോലെ സർവ്വവ്യാപിയാണ്. എന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുപോലെ നിങ്ങളിലുമുണ്ട്. വിശ്വസിക്കൂ. സങ്കീർത്തനം 139 7 മുതൽ 10 വരെയുള്ള വാക്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്, എവിടെയുമുണ്ട്. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒളിച്ച് എനിക്ക് ജീവിക്കണം. എനിക്കിത്തിരി പോർക്ക് പറയണം, എനിക്കിത്തിരി ആമേൻ ഈ ലോകത്തിന്റെ മായയിലൊന്ന് ഉല്ലസിക്കണം, എനിക്കല്പം മദ്യപിക്കണം, എനിക്കല്പം പുകവലിക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നീ പുകവലിക്കുന്നതും നീ മദ്യപിക്കുന്നതും നീ വ്യഭിചരിക്കുന്നതും നീ വേണ്ടരുതാത്തത് കാണുന്നതും പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ്? സർവ്വവ്യാപിയാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഓ നിന്നെ ഒഴിച്ച് ഞാൻ എവിടെ പോകാമെന്ന് വിചാരിച്ച അവിടെ നിന്റെ കരം എത്തും. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-11 വാക്യം. ആമേൻ. ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. അവന് നിന്റെ ഹൃദയത്തിൽ എന്താണ് നീ ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് അറിയാം. സ്തോത്രം. നീ ആമേ കണ്ണു തുറന്ന് എന്നെ നോക്കുന്നെങ്കിലും നിന്റെ ചിന്ത, നിന്റെ ഹൃദയം എവിടെയാണെന്ന് ദൈവത്തിന്റെ ആത്മാവിനറിയാം. യേശു സർവജ്ഞാനിയാണ്. യേശുവിന്റെ അടുക്കൽ നദനേൽ നടന്നു വരുന്നു. നദനേൽ നോക്കിയിട്ട് യേശു പറയാണ്, സാക്ഷാൽ ഇസ്രായേലൻ, ഇവനിൽ കപടമില്ല. ഓ ഞെട്ടിപ്പോയി. ഗുരു, നീ എന്നെ എങ്ങനെ അറിയും? അപ്പോ ഈ ജ്ഞാനത്തിന്റെ വരമുണ്ട്. ഇതേ ജ്ഞാനത്തിന്റെ വരം നമ്മിലുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. നമുക്ക് ആവശ്യമായത് ആമേൻ അപ്പോഴപ്പോഴും നമുക്ക് തരും. എല്ലാം നമുക്ക് തരികയില്ല. എല്ലാം മനുഷ്യൻ എന്ത് ചെയ്തില്ല. യേശു സർവജ്ഞാനിയാണ്, അവൻ ദൈവമാണ്. അതുകൊണ്ട് കരം കൊടുക്കുവാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ പത്രോസിനോട് പറഞ്ഞത് കടലിൽ പോയി ചൂണ്ടയിട്. വള്ളവും മല ഉപേക്ഷിച്ച് വന്നതാ, മീൻപിടുത്തം ഉപേക്ഷിച്ച് വന്നതാ എന്ന് പറഞ്ഞാൽ ചില സാഹചര്യത്തിൽ നമ്മൾ ജോലി ചെയ്യേണ്ടി വന്നാൽ ജോലി ചെയ്യണം. സ്തോത്രം. കർത്താവ് പറഞ്ഞാല് ആമേൻ അത് ചെയ്യണം. എന്റെ ഒരിക്കലും ഒരു ദൈവദാസൻ വന്നു. ഞാൻ ദൈവസഭ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കൂ. ആമേൻ അതൊന്ന് തൂക്കാൻ പറഞ്ഞു. അത്രയും ആ ഭാഗം ഒന്ന് തൂക്കാൻ പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ വിയർക്കുമെന്ന്. പക്ഷേ ഞാൻ വിയർക്കും. ഞാൻ പറയടേ ഇയാളെക്കാളും കുളിച്ച് റെഡിയായിട്ട്, ഞാൻ പറയുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറയടേ ഇയാളെക്കാളും കുളിച്ച് റെഡിയായിട്ട് വന്ന ആളാണ് ഞാൻ, പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട്. ഞാൻ നിൽക്കുന്ന കോലം കണ്ടോ? സ്തോത്രം. നമ്മൾ ആരെ ആരാധിക്കാനാണ് ഇത് ഒരുക്കുന്നത്? നമ്മളിച്ചിരി വിയർത്തോട്ടെ.
സ്തോത്രം. നമ്മുടെ ശക്തനായ ദൈവത്തെ ആരാധിക്കാനല്ലേ? അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് ഈ കസേരയിൽ ഇരിക്കുന്ന വ്യക്തി. അപ്പൊ ഇയാളെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പദ്ധതിയാണ്. ഞാൻ പറയട്ടെ, ഈ വ്യക്തി രൂപാന്തരപ്പെട്ടെങ്കിൽ ശക്തികുളങ്ങരയിൽ നിന്ന് എത്ര ആളുകൾ രൂപാന്തരപ്പെടാനുണ്ട്? ഞാനൊരു കാര്യം പറയട്ടെ, അത് ഏറ്റെടുത്താല് ഞാനും കൂടെ സഹകരിക്കാം. എന്റെ കർത്താവിന്റെ ദാസനെ, ഞാനിവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു ദർശനം തന്നു. എന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട കാര്യമാണ്. ആമേൻ. ഈ ശക്തികുളങ്ങരയിലെ ഓരോ കുടുംബത്തിനും വേണ്ടി രാത്രിയിൽ, ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു ആരാധന രാത്രിയിൽ വെക്കണം, മുഴുരാത്രി പ്രാർത്ഥന. ആ കോട്ടകൾ ഇടിയും. ഈ സർപ്പത്തിന്റെ, ഈ പാമ്പിന്റെ വായിൽ മണ്ണ് വീണ് ഇത് പിളർന്നു പോകും. അതിന്റെ ഏറ്റവും വലിയ സംഭവമാണ് ഈ പള്ളി ഇടിച്ചത് വേറെ ആരുമല്ല, ഇത് ദൈവം ഇടിച്ചതാ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ആമേൻ നിത്യനായ ദൈവമാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലാണ്. വായിക്കണ്ട, അടുത്ത വാക്യത്തിലേക്ക് പോകാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം വായിക്കൂ. വചനം വായിക്കൂ. വചനം വായിക്കുമ്പോൾ വിടുതൽ വരും. ആമേ. ഈ ലോകത്തിന്, നമ്മിൽ പാപബോധം വരുത്തുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഞാൻ ഈ ചെയ്തത് പാപമാണെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷിയിൽ ഓർമ്മപ്പെടുത്തുന്നത് ആരാണ്? നീ കാണുന്നത് ശരിയല്ലെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ നീ ചെയ്യുന്നതും ഇത് കുഴപ്പമില്ലെന്ന് പറയുന്നതും, അങ്ങനെ പോകുന്നത് കുഴപ്പമില്ലെന്ന് പറയുന്നതും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, ആമേ, ഞാൻ ഇത് ചെയ്താൽ എനിക്കൊരു ന്യായവിധി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തും. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, നമ്മിൽ പരിശുദ്ധാത്മാവ് വസിച്ചാൽ മാത്രമേ പാപത്തിൽ കിടക്കുന്ന ഒരുവനെ ചൂണ്ടി അവന് പാപബോധം വരത്തക്ക വചനം പറഞ്ഞു കൊടുക്കാൻ വരികയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5, 6, 7, 8 വാക്യങ്ങൾ. സ്തോത്രം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്തിൽ ജനിച്ചത് ജഡമാണ്. നമ്മളെല്ലാവരും ഒരു അമ്മയിൽ നിന്ന് ജഡത്തിൽ ജനിച്ചവരാണ്. അപ്പോൾ തന്നെ ആമേൻ, ആത്മാവിൽ ഒരു ജനനമുണ്ടെന്നാണ് യേശു പറഞ്ഞത്. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം? വീണ്ടും ഒരിക്കൽ കൂടി ജനിക്കണം. അതാണ് ആർക്ക് മനസ്സിലാകാതെ പോയത്? നിക്കോദിമോസിന് മനസ്സിലാകാതെ പോയത്. അതുകൊണ്ടാണ് ആമേ സ്തോത്രം എന്താണ് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കാമോ എന്ന് ചോദിച്ചത്. സ്തോത്രം. എന്നുവെച്ചാൽ നിക്കോദിമോസ് എന്ന വൃദ്ധൻ മരിക്കുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പോയി അമ്മ വീണ്ടും ജനനമെടുത്ത് നിക്കോദിമോസ് കുഞ്ഞായി ജനിക്കുന്നു. അങ്ങനെ വല്ല സമ്പ്രദായമാണോ എന്ന് ആണ് നിക്കോദിമോസ് യേശുവിനോട് ചോദിച്ചത്. അപ്പൊ പറയാണ് ജഡത്തിൽ ജനിച്ചത് ജഡം. ജഡത്തിന് എങ്ങോട്ട് പ്രവേശനമില്ല? ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. അപ്പോ ദൈവരാജ്യത്തിന്റെ ഉള്ളിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിൽ ജനിക്കണം. ആത്മാവിൽ ജനിച്ചാൽ ആത്മസ്വഭാവം ഉണ്ടാകും. കാരണം ആരാ ജനിപ്പിച്ചത്? ചില ആൾക്കാർ പറയും നിന്റെ അപ്പന്റെ അതേ ഗുണമെന്ന് പറയത്തില്ലേ? ചില ഭാര്യമാര് പറയും നിന്റെ തന്തയുടെ ഗുണമാണ് നീ കാണിക്കുന്നത്. സ്തോത്രം. കാരണം ഏറ്റവും കൂടുതൽ തന്തയുടെ ഗുണം അറിയാവുന്ന ആർക്കാ? എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാ? എന്റെ ഭാര്യയ്ക്ക. എന്തൊക്കെ ന്യൂനതയുണ്ടെന്നും എന്തൊക്കെ കുഴപ്പടി ഉണ്ടെന്നും പുള്ളിക്കാരിക്ക് അറിയാം. അത് ആമേ സ്തോത്രം രഹസ്യമായിട്ട് ചോദിച്ചാൽ പറഞ്ഞു തരും. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ആമേ സ്തോത്രം. നമ്മളെ സ്വഭാവം കൊണ്ടറിയാം തന്ത ആരാന്ന്.
നമ്മളെ ആരിൽ നിന്നാ ജനിച്ചതെന്നാ എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ സ്വഭാവം കൊണ്ട് അറിയാൻ പറ്റും. ആമേൻ. അപ്പൊ നമുക്ക് ഒത്തിരി സ്വകാര്യമായ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആമേൻ. അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളില്ലേ, നമ്മൾ തകർന്നു പോകും. സ്തോത്രം. ഏറ്റവും ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മൾ വീണ്ടും ജനിപ്പിച്ചത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിൽ ജനിച്ചതുകൊണ്ട് ലോക മനുഷ്യന് നമ്മുടെ ഗതി എന്താണെന്ന് അറിഞ്ഞൂടാ, നമ്മുടെ ചിന്ത എന്താണെന്ന് ലോകത്തിലുള്ള മനുഷ്യർക്ക് അറിയാൻ പറ്റത്തില്ല, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റത്തില്ല. സ്വന്തം കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലായിരിക്കുന്ന നമ്മൾക്ക് നമ്മൾ പോകുന്ന വഴികളോ നമ്മൾ വരുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ലോകത്തിലുള്ളവർക്ക് അറിയില്ല. അവര് ചോദിക്കുക അച്ഛനോടൊക്കെ ചോദിക്കുക, ഇതെന്തൊരു മനുഷ്യനാ, എന്തൊരു ജന്മമാ, ഇയാളെ കെട്ടിയത് തന്നെ ഞാൻ അങ്ങ് സ്വത്രം ദൈവമേ ഡൈവോഴ്സ് ചെയ്താൽ മതിയായിരുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പൊ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. വൈദ്യുതി ദുഃഖിക്കുമോ? ഇല്ല. വൈദ്യുതിക്ക് നമ്മളെ ദുഃഖിപ്പിക്കാൻ കഴിയും. കണ്ണടിച്ച് ചത്തുപോയാൽ നമ്മൾ കരയും. യേശുവിനെ പോലെ ഒരാളത്വമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ ആത്മാവാണ് നമ്മിൽ വരുന്നത്. ഈ ആത്മാവിലാണ് നമ്മൾ നിറഞ്ഞ് ഇരിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ദുർശക്തികൾ നമ്മളെ വിട്ടുപോകും. വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട അവസ്ഥകൾ മാറുവാനിടയാകും. ഏതെങ്കിലും മന്ത്രവാദത്തിന്റെയോ ആവിചാരത്തിന്റെയോ കൈവിഷങ്ങൾ ഉള്ളിൽ കിടക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അത് പുറത്തു പോകുവാനിടയായിത്തീരും. തിരുവചനം ഇങ്ങനെ പറയുന്നു, ദുഷ്ടത അവന്റെ വായിൽ മധുരിച്ചാലും അതിനെ വിടാതെ പിടിച്ച് വായ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചാലും അവന്റെ ആഹാരം അവന്റെ കുടലിൽ പരിണമിച്ച് സത്വവിഷമായി തീരും. അത് സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു, അത് വീണ്ടും ഛർദ്ദിക്കേണ്ടി വരും. ദൈവം അത് അവന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും എന്നാണ് അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നാൽ ദൈവത്തിന്റെ ഹിതമല്ലാത്തതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സ്വത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 16:6 വായിച്ചാട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? വിലക്കും. നിന്നോട് നീ വായിക്കുന്ന സഹോദരിയുടെ ആയാലും ഇത് കേൾക്കുന്ന നിങ്ങളോടായാലും എന്നോടായാലും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? വിലക്കും. നീ അവിടെ പോകരുത്, നീ അവരുടെ ആ വീട്ടിൽ ചെന്ന ഭക്ഷണം കഴിക്കരുത്, 7-ന്റെ ഭക്ഷണം കഴിക്കരുത്, അപ്പോ 30-ന്റെ ഭക്ഷണം കഴിക്കരുത്, ആണ്ടിന്റെ ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ പലതും എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് വിലക്കും. പിന്നെ അത് മാത്രമല്ല ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും, നീ സിനിമ കാണരുത്. നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും വിലക്കും. അപ്പൊ അതിനെന്ത് ചെയ്യണം? ചെവി കൊടുക്കണം. അത് ചെവി കൊടുത്താൽ നീ ദൈവത്തിന്റെ പൈതൽ. അത് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ വേറൊരാത്മാവ് നിന്നെ കയറി ഭരിക്കും. അത് എന്നെ ആയാലും നിങ്ങളെ ആയാലും അങ്ങനെ തന്നെ. ഞാൻ എന്നെ കൂടെ ചേർത്താ പറയുന്നത്. പോകണം ഒരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. പോകണം ഒരു നാൾ കൂടാരം പരദേശവാസികളെ. നമ്മളെ എവിടെ പോനാ ഇറങ്ങി തിരിച്ചത്? നിന്നയും പഴിയും എല്ലാം സഹിച്ചു വന്ന് ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് ഒരു സാധാ ഫോൺ പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ടച്ച് ഫോൺ തന്ന്, സൗകര്യങ്ങൾ തന്ന്, വാഹനങ്ങൾ തന്ന് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ അഭിവൃദ്ധി എടുത്തു വെച്ച് നീ ദൈവത്തെ കളിയാക്കരുത്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പൈതലായി നീ മാറണം. എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്, എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ വേണ്ട എന്നൊരു തീരുമാനം ഇന്ന് പകൽക്കാലം എടുക്കണം.
നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകൂ. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി ദൈവം മാറ്റും. ദൈവത്തിന്റെ കാലത്ത് ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? വിലക്കും. സെക്കറിയ പ്രവചനം 10-ാം അധ്യായം 1-ാം വാക്യം എടുക്കാം. പിന്മഴയുടെ കാലത്ത് ആമേൻ. ഹല്ലേലൂയ. ഇതൊരു പിന്മഴയുടെ കാലമാണ്. പിന്മഴയുടെ കാലമാണ്. ഈ സമയത്ത് നീ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ തരും. ഈ പിന്മഴയുടെ കാലത്ത് ദൈവത്തിന്റെ ഈ ദൈവസഭയ്ക്ക് എല്ലാവരും ആത്മനിറവുള്ളവരായി മാറണം. ആ പിന്മഴയുടെ കാലമാണ്. നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ അത് നിനക്ക് തരും എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മിന്നൽ പിണറുകളെ ഉണ്ടാക്കും. ആമേൻ. എന്ന് വെച്ചാൽ പിന്മഴ നിന്നിൽ വന്നാൽ നീ സാത്താന്യ കോട്ട ഇടിക്കും. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-27 വാക്യം. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. കേട്ടോ, സ്തോത്രം. പുതിയൊരു ഹൃദയം തരും. അപ്പൊ പുതിയൊരു ഹൃദയം തരും എന്ന് പറഞ്ഞാൽ പഴയ ഹൃദയം എന്ത് ചെയ്യാ? ആർക്ക് വേണ്ട? പഴയ ഹൃദയം ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. നിന്നെ ധനിപ്പിച്ച നിന്റെ അപ്പന് നിന്റെ ഹൃദയം വേണ്ട. അപ്പനുമായിട്ട് നിനക്ക് ചേരണമെങ്കിൽ, അപ്പന്റെ ആത്മാവ് നിന്നിൽ വരണമെങ്കിൽ പുതിയൊരു ഹൃദയം ആകണം. അതുകൊണ്ട് നിനക്ക് പുതിയൊരു ഹൃദയം തരും. അവിടെ താഴെ പറയുന്നുണ്ട് കല്ലായ. എവിടെ ഈ കല്ലായ ഹൃദയം ഇരിക്കുന്നത്? അപ്പൊ കല്ലായ ഹൃദയത്തെ ആർക്ക് വേണ്ട? എന്തുകൊണ്ടാണ് കല്ലായ ഹൃദയം വേണ്ട എന്ന് പറയുന്നത്? ദൈവത്തിനോട് ഞാനൊരു ഉദാഹരണം പറയാം. സാധാരണ പറയുന്നൊരു ഉദാഹരണമാണ്. നമ്മൾ ഈ നദിക്കരയിലോട്ട് ഇങ്ങനെ വരുമ്പോഴേ എത്ര മനോഹരമായ ഒരു ശില്പി നിർമ്മിക്കാൻ കഴിയാത്ത നിലകളിലാണ് ഓരോ കല്ലുകൾ ഉരുണ്ടുരുണ്ട് നല്ല മിനുസത്തിൽ കിടക്കും നദിയുടെ തീരത്തില്ലേ. നമ്മൾ പറയും നമുക്കിത് കൊണ്ടുവന്ന് ഷോക്കേസ് വെക്കാം, നമുക്ക് എടുത്തോണ്ട് പോകാം, കുറച്ചൊക്കെ വാരിയെടുക്കും. എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടത്? ഈ കല്ല് അതിന് ഒത്തിരി മുനകളും ഒരുപാട് ഷേപ്പില്ലാതെയൊക്കെ ഇരുന്നതാണ്. അതെങ്ങനെയാണ് ഇത്ര രൂപപ്പെട്ടത്? വളരെ വർഷങ്ങളായിട്ട് ഇത് വെള്ളത്തിലൂടെ ഒഴുകിയാണ് ഈ പരുവമായിട്ട് വന്ന് കിടക്കുന്നത്. ഇത്രയും നൂറ്റാണ്ടുകളായി ഈ കല്ല് ഈ വെള്ളത്തിൽ കിടന്നിട്ടും ഈ കരയിൽ എടുത്തു വെച്ച് അതിലൊന്ന് ഒട്ടിച്ചു നോക്കിയ ഒരൊറ്റ തുള്ളി വെള്ളം അതിനകത്ത് കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം കല്ലിന്റെ കടുപ്പമാണ് അത് കാരണം. കല്ലിന്റെ കടുപ്പം കൊണ്ട് വെള്ളം അതിനകത്ത് കയറത്തില്ല. എന്നതുപോലെ ഹൃദയത്തിന്റെ കാഠിന്യം, കടുപ്പമുള്ള കല്ലായ ഹൃദയം ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കല്ല് അല്ലാത്ത മാംസതളമായൊരു ഹൃദയം വേണം. എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മാവിന് അവിടെ വസിക്കാനേ പറ്റൂ. കല്ലായ ഹൃദയത്തിൽ നിന്ന് എന്തൊഴുകത്തില്ല? ജീവജലത്തിന്റെ നദികൾ ഒഴുകില്ല. അതുകൊണ്ട് എന്തായി മാറണം നമ്മുടെ ഹൃദയം? പുതിയൊരു ഹൃദയം. കർത്താവേ, എന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി, എനിക്ക് പുതിയൊരു ഹൃദയം തരണം. അനുതാപത്തോട് നമുക്ക് മടങ്ങി വരാം. ദാഹിച്ചിരിക്കുന്നിടത്ത് മാത്രമേ എന്ത് പെയ്യത്തുള്ളൂ? വെള്ളം പകരത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് ആഗ്രഹിച്ച് ദാഹിക്കുന്നവരിലെ എന്ത് വരുത്തുള്ളൂ? പരിശുദ്ധാത്മാവ് വരൂ, ദാഹിക്കൂ. ഞാൻ ദാഹിക്കാതെ വെള്ളം കുടിക്കില്ല. ഒരു പഴയ പദ്യം ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ പഠിച്ച കാലത്തിലുള്ള, ദാഹിക്കുന്നു പകനി കൃപാരസ മോഹനം തുള്ളൂർ കണ്ണീര് ദാശു നീ ഓമലേ തരുതല്ലെന്നത് കേട്ട് രാമനോഹരി അമ്പരം നേരിനാൻ അല്ലല്ല താനെന്ത് കഥയത് കഷ്ടമേ. നിങ്ങൾ കേട്ടിട്ടില്ലയോ? കാണാതെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ 100 പ്രാവശ്യം ഇമ്പോസിഷൻ ഇടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ എന്ത് വരുത്തും? വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് വരുത്തും? സഭയിൽ വലിയ വ്യത്യാസത്തെ കൊണ്ടുവരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയാത്തതായ ഒന്നുമില്ല. സ്തോത്രം. യഹൂദന്മാര് വിചാരിച്ചത് ഈ ദൈവവും യേശുവും പരിശുദ്ധാത്മാവും അതിന്റെ കൃപകളും അത്ഭുതങ്ങളും എല്ലാം ഞങ്ങളുടെ സ്വന്തം.
ഇത് വേറെ ആർക്കും കൊടുക്കത്തില്ല. അങ്ങനെ അവർ വിചാരിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? അത് പൊളിച്ചു കളഞ്ഞു. പത്രോസിനെ ഒരു ദർശനം കൊടുത്ത് ആമേൻ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? എവിടേക്ക് പോയി? കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആദിയിൽ അവർക്ക് വന്നതുപോലെ അവിടെ ഇറങ്ങി വന്നു. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വായിച്ചോളൂ സ്തോത്രം. അതുകൂടെ വായിച്ചു നിർത്തുക. 11-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുടെ വായിച്ചു നിർത്തുന്നു. സ്തോത്രം. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മളേതെന്ന പോലെ. അപ്പോൾ ഞാൻ പറയട്ടെ, അവിടെ അങ്ങനെ ഒരു അടയാളം പത്രോസ് വിശ്വസിക്കണമെങ്കിൽ വെറുതെ ഒരു അന്യഭാഷ അവിടെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ നടക്കത്തില്ല. ആ മാളിക മുറിയിൽ 120 പേരിരുന്ന് ആരാധിച്ച മാളിക മുറിയിൽ ഒരു നാവായി വന്ന് പല നാവായി പിരിഞ്ഞതുപോലെ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ഇരുന്നവരുടെ മേലും വന്നു. സ്തോത്രം. അത് പത്രോസിനെ അംഗീകരിക്കേണ്ടി വന്നു ദൈവത്തിന്റെ മുൻപാകെ. അതാ പറയുന്നത്, നമുക്ക് അന്ന് ലഭിച്ച പോലെയുള്ള അതേ ദാനം അവർക്കും ലഭിച്ചതിനാൽ ഞാൻ അവരുമായിട്ടിരുന്ന് പറ്റിച്ചു, ഞാൻ അവരുമായിട്ടിരുന്ന് ദൈവത്തെ ആരാധിച്ചു, ഞാൻ അവരെ സ്നാനപ്പെടുത്തി. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗം. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് ഈ ദൈവസഭയ്ക്കകത്ത് എന്ത് വരുത്തും? വ്യത്യാസങ്ങളെ കൊണ്ടുവരും. ആമേൻ. ആമേൻ. സ്തോത്രം. പണിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കഴിയൂ. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ സഭയുടെ പണിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് ആരെയാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിന് കഴിയാത്തതൊന്നുമില്ല.